കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് ടിവികൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. വണ്ടൂരങ്ങാടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 100-ലധികം വർഷം പഴക്കമുള്ള കെട്ടിടം വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്നു. മാസങ്ങളായി ഈ അവസ്ഥയിൽ തുടരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കാൻ പഞ്ചായത്തോ മറ്റ് അധികാരികളോ ഇതുവരെയും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം EP മുഹമ്മദ് കുഞ്ഞി ആരോപിക്കുന്നു. വണ്ടൂരങ്ങാടിയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്താണ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടത്തിന്റെ ചുവരുകളും മേൽക്കൂരയും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പ്രദേശത്തെ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ നിത്യേന ആശ്രയിക്കുന്ന നടപ്പാതയ്ക്ക് തൊട്ടടുത്താണ് ഈ മരണക്കെണി. നിലവിൽ അപകട സാധ്യത ഒഴിവാക്കാൻ താൽക്കാലികമായി ഈ നടപ്പാത അടച്ചുകെട്ടിയിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർക്ക് മുൻപ് തന്നെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗം EP മുഹമ്മദ് കുഞ്ഞി വ്യക്തമാക്കി. കോടതി അനുമതിയോടെ മാത്രമേ കെട്ടിടം പൊളിക്കാൻ കഴിയൂ എന്നാണ് ഉടമസ്ഥരുടെ ഭാഗം. എങ്കിൽ അത്തരം നിയമ നടപടികൾ വേഗത്തിലാക്കി മനുഷ്യജീവന് സംരക്ഷണം നൽകണമെന്നും മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. നമ്മുടെ വണ്ടൂർ അങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇതിപ്പോ 100ഓളം വർഷമായിട്ടുള്ള ഒരു പഴയ കെട്ടിടമാണ്. ഈ പഴയ കെട്ടിടം ഇതുപോലെ ആയിട്ട് മാസങ്ങളായി. ഇന്നേ വരെ ഇത് പൊളിച്ച് ഇവിടെ ഒരു അപകട സാധ്യത കുറയ്ക്കാനുള്ള ഒരു നടപടിയും പഞ്ചായത്തോ നമ്മുടെ മറ്റു ഭരണാധികാരികളോ സ്വീകരിച്ചിട്ടില്ല. അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പറയാനുള്ളത് ശക്തമായ നടപടി എടുത്തുകൊണ്ട് ഈ കെട്ടിടം ഉടനെ പൊളിച്ചു മാറ്റണം. നമുക്കറിയാം 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന നടപ്പാതയാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കൂൾക്ക് ഇവിടെ ഗേൾസ് സ്കൂൾക്ക് വരുന്ന കുട്ടികൾ അടക്കമുള്ള കുട്ടികൾ സഞ്ചരിക്കുന്ന നടപ്പാതയാണ്. അവിടെയാണ് ഈ കെട്ടിടം. വണ്ടൂർ ടൌണിന്റെ സമഗ്ര വികസനത്തിന് ഈ കെട്ടിടവും സമീപത്തെ കെട്ടിടവും പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ P അനിൽകുമാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും വാർഡംഗം EP മുഹമ്മദ് കുഞ്ഞി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.